മുഖത്ത് പ്രകടനമായി വന്ന സമരാനുകൂലികൾ മാർക്കറ്റിൽ തുറന്നിരുന്ന മത്സ്യക്കട അടപ്പിച്ചു. അടച്ചിൽ എത്ര പണി പഠിക്കും നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കാൻ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം. എന്റെ പോലത്തെ ചട്ടകൾ കരിങ്കാലി പണി എടുക്കാം. തിരിച്ചു വരുന്നതിന് സാധനം ഞങ്ങള് കൈകാര്യം ചെയ്യും. കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങള് സാധനം കൈകാര്യം ചെയ്യും. തിരിച്ചു വരുമ്പോൾ മേശപ്പം ഒറ്റ നമ്മുടെ കാണാൻ കോഴിക്കോട് മുക്കത്തുനിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ KPRM ഫിഷ് എന്ന ഒരു കട തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ മീൻ ഈ മേശപ്പുറത്ത് കാണരുത്, മണ്ണെണ്ണ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരാനുകൂലികൾ അവിടെ എത്തി ആളെ കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയത്. സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും തൊഴിലാളി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ മണ്ണെണ്ണ കുപ്പി കയ്യിൽ കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ആവോ? അതിഭീകരമായ അവകാശ ധ്വംസനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് ജോലി ചെയ്യാൻ, അവന് കട നടത്താനുള്ള അവകാശമുണ്ട്. യോജിക്കോ വിയോജിക്കോ ചെയ്യാം സമരത്തോട്. വിയോജിക്കുന്നവർക്ക് അവരുടെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സമയം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം കൊടുക്കുക എന്നതാണ് മര്യാദ, രാഷ്ട്രീയ മര്യാദ. അയാൾ പറയുന്ന നോക്കുക, അവിടുത്തെ ലോക്കൽ നേതാവാണെന്ന് വ്യക്തമാണ്. ഇംതിയാസ് കാര്യം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, അവിടുത്തെ നേതാക്കളാണ്, പ്രാദേശിക നേതാക്കളാണ്, അവിടെ ഭരിക്കുന്ന നേതാക്കളാണെന്ന് തോന്നുന്നു. കാരണം അതേ വീറോടുകൂടിയാണ് പറയുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുമെന്ന് ഒരുത്തൻ അവൻ്റെ കയ്യിലെ പണം മുടക്കി മീൻ വാങ്ങിച്ചു കൊണ്ട് വെച്ച് വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ആ ഉപജീവന മാർഗത്തെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുമെന്ന് പറയാൻ ചില്ലറ മനസ്സൊന്നും പോരാ. ഇതാരാണ് ഈ കക്ഷി? എങ്ങനെയാണ് അവിടെ എല്ലായിടത്തും ഇതേപോലെ ബലം പ്രയോഗിച്ച് അടപ്പിക്കലാണ്? സജി, കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സമരാനുകൂലികൾ വിവിധ കടകൾ അടപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളടക്കം തടഞ്ഞിട്ടുണ്ട്. മുക്കത്താണ് കുറെ കൂടെ കാര്യമായ രീതിയിൽ സമരാനുകൂലികൾ ഇന്ന് തെരുവിലിറങ്ങുകയും തുറന്ന കടകൾ അടപ്പിക്കുകയും ബസ് തടയലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. മുക്കത്തെ മാർക്കറ്റിലുള്ള ഒരു മത്സ്യ മാർക്കറ്റ് ഇന്ന് രാവിലെ തുറന്നിരുന്നു. അവിടേക്ക് സമരാനുകൂലികൾ സംഘടിച്ച് ഒരുമിച്ചെത്തുകയും മുദ്രാവാക്യം വിളിച്ചെത്തുകയും അത് അടയ്ക്കാൻ വേണ്ടി പറയുകയുമായിരുന്നു. പിന്നീട് ഭീഷണിയായിരുന്നു. അതായത് ഇനി വരുമ്പോൾ ഇവിടെ ഈ മത്സ്യ മാർക്കറ്റ് ഇങ്ങനെ തന്നെ തുറന്നു കണ്ടാൽ മണ്ണെണ്ണ ഒഴിച്ച് മത്സ്യം നശിപ്പിക്കും എന്ന രീതിയിലായിരുന്നു ഭീഷണി മുഴക്കിയത്. അവിടെയുള്ള ഇടത് യൂണിയനുകളുടെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളാണ് അങ്ങോട്ടേക്ക് സമരവുമായിട്ട് പ്രതിഷേധവുമായി എത്തിയത്. അതോടൊപ്പം തന്നെ മുക്കത്ത് ഇന്ന് രാവിലെ തുറന്നിരുന്ന മാള് ഇതേപോലെ തന്നെ സമരക്കാർ അവിടെ കയറി മാള് പൂർണ്ണമായിട്ടും അടപ്പിച്ചു. ബാംഗ്ലൂർ വഴി പെരിന്തൽമണ്ണയിലേക്ക് പോകേണ്ട ഒരു ബസ് ഈ സ്റ്റാൻഡിൽ എത്തിയിരുന്നു. യാത്രക്കാരുള്ള ബസ്സായിരുന്നു അത്. ആ ബസ് ഒരുപാട് നേരം ഈ സമരക്കാർ തടഞ്ഞിട്ടു. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ബസ്സിനെ സമരക്കാർ അവിടെ നിന്ന് പോകാൻ അനുവദിച്ചത്. അതുപോലെ തന്നെ ബാങ്ക്, ഇസാഫ് അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് സ്വകാര്യ ബാങ്കുകൾ ഇന്ന് രാവിലെ മുക്കത്ത് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. ആ ബാങ്കുകളിൽ കയറി ആ ബാങ്കുകളുമൊക്കെ ഇന്ന് സമരക്കാർ അടപ്പിച്ചു എന്നാണ് മുക്കത്ത് നിന്ന് വരുന്ന വാർത്തകൾ. അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഒരു ബസ്, ദീർഘദൂര ബസ്, ഇന്നലെ രാത്രിയിൽ യാത്ര തുടങ്ങിയ ഒരു ബസ്സാണ്. ആ ബസ് കോഴിക്കോട് നിർത്തേണ്ട ബസ്സാണ്. ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക്, പുതിയ KSRTC സ്റ്റാൻഡിലേക്ക് കയറി ഉടനെ തന്നെ സമരക്കാർ അവിടെയും എത്തി ആ ബസ്സിന് മുൻപിൽ പ്രതിഷേധമുണ്ടാവുന്ന കാഴ്ചകളൊക്കെയാണ്